ഹായ്, വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് റൂം ഡെക്കോർ ചെയ്യാൻ പറ്റിയ പുതിയൊരു ഐറ്റം കണ്ടാലോ? അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുട്ടികളുടെ ഫേവററ്റ് ഐറ്റമായ ഫ്രൂട്ട്സ് ജെല്ലിയുടെ ക്യാപ്പുകളാണ്. ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ഫ്രൂട്ട്സ് ജെല്ലിയുടെ ക്യാപ്പുകൾ വെച്ചിട്ട് ട്രഡീഷണൽ ജുംക്കാസൊക്കെ ഓണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരെന്തായാലും ഒന്ന് കണ്ടു നോക്കണം. നല്ല ഭംഗിയാണ് കേട്ടോ. ആ കമ്മലുകൾ നല്ല സെറ്റായിരിക്കും, നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചായിരിക്കും. അതായത് നമ്മുടെ ഓണം സ്പെഷ്യൽ കസവ് പുടവയുടെ കൂടെയൊക്കെ നല്ല മാച്ചിങ് ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ജെല്ലിയുടെ ഈ ക്യാപ്പ് ഇതുപോലെ ഈക്വലായിട്ട് ഒന്ന് 5 കട്ടായിട്ട് ഉള്ളിലോട്ടൊന്ന് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണ്. ഈസി ആയിട്ട് നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഓരോ പീസിൻ്റെയും 2 വശവും ചെറുതായിട്ടൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നില്ല, ചെറുതായിട്ട് ഒന്ന് മുകളിലോട്ട് ഒന്ന് വളച്ച് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ എല്ലാ പീസും ഈക്വലായിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കട്ടിയുള്ള പോർഷൻ വേണ്ട, കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ സൈസ് കുറച്ചും കൂടി ചെറുതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഡാർക്ക് നേവി ബ്ലൂ കളറ് കൊടുത്തെടുക്കുകയാണ്. ഒരു തവണ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഫൈനലി ഡ്രൈ ആയതിനു ശേഷം ഒന്നുകൂടി ഒന്ന് കൊടുത്തിട്ട് നല്ല ഫിനിഷായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കാവേ. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ജെല്ലിയുടെ ഈ ക്യാപ്പിൽ ഞാൻ ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഇഷ്ടമുള്ള ടൈപ്പിലുള്ള കളർ കൊടുക്കാവേ. ഇനി നമുക്കിതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടുന്നതാണ് ഇതുപോലെ നമ്മുടെ ഗിഫ്റ്റ് പാക്കറ്റിൻ്റെ കവറുകളുണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് ഗോൾഡിൻ്റെ കവറാണ്, അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു ഉള്ളിലായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കവറുകളും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു ടൈഗർ ബിസ്ക്കറ്റിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കിറ്റിൻ്റെ എന്തെങ്കിലും പീസ് വെച്ചിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുക, അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് എടുക്കാവേ. അപ്പോൾ ഈ കമ്പിയുടെ ഏറ്റവും ടോപ്പിൽ ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വളച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്താണോ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതുപോലെ ചെറിയൊരു ബോളിൻ്റെ സൈസിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ചുള്ള ആ ഒരു തിക്കിന് കട്ട് ചെയ്തെടുക്കുക കവറ്. അതിൻ്റെ ഫൈനലി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കാൻ വെച്ചേക്കുന്ന ഈ ഒരു ഗോൾഡൻ്റെ കളറിലുള്ള ഈ ഗിഫ്റ്റ് പാക്കറ്റ് കവറും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നൂല് കൊണ്ട് അതിനെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാവേ. ഇനി അതിനെ കത്രിക കൊണ്ട് ആ താഴത്തെ പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇതുപോലെയാണ് നടുക്കത്ത് ഏരിയ ചെയ്യാനായിട്ട് ഒരു മൊട്ടൻ്റെ ടൈപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള കിറ്റ് 2 ചേർത്ത് വെച്ചിട്ട് വളരെ ഹീറ്റ് കുറച്ചിട്ട് അയൺ ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കവറാണിത്. അപ്പോൾ അത് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാം, ഫ്ലവർ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നടുക്കുള്ള പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതാ ഈ ഒരു നീളത്തിന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ വീതി കുറച്ച് ഒരു 1-1.5 സെൻറ്റിമീറ്റർ അത്രയും മതി ആ ഒരു വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ ഈ പൂമ്പൊടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തല്ലേ ഉള്ളിൽ ആ ഒരു തിക്കിൽ വളരെ നൈസായിട്ട് ആ ഒരു ഫുള്ള് പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റും കൂടെ ചെയ്ത് കൊടുത്താൽ അത് നല്ല ഒരു ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ വിടർന്നിരിക്കുന്ന ഒരു പൂമ്പൊടിയുടെ ആ ഒരു ഷേപ്പിൽ ആയി കിട്ടും. അങ്ങനെ നമുക്കൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. മുകളിലത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് ചൂടിയിരിക്കുന്ന ആ ഒരു ഷേപ്പിലൊന്ന് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് സിഗരറ്റ് ലാമ്പോ മെഴുകുതിരിയോ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കാം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ ആണ്. അത് നമുക്ക് ഈ ഒരു ഫുള്ള് ബേസിലും ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്ത് വെച്ചിരുന്ന മുട്ടിൻ്റെ ചുറ്റിനും ഇതുപോലെ ഒന്ന് വെച്ച് ചുറ്റിച്ച് കൊടുക്കുക. ഗ്ലൂ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ച് ഫുള്ളായിട്ടും ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനിതാ ഇത് കാണുമ്പോൾ നമ്മുടെ ആ മുട്ടിൻ്റെ 4 പാടം, അതായത് മുട്ടിന് ചുറ്റുമായിട്ട് ഈ ഒരു ഭംഗിക്കാണ് കേട്ടോ പൂമ്പൊടി ചെയ്ത് കിട്ടുക.
ഇനി നമ്മുടെ ഫ്രൂട്ട് ജെല്ലി ക്യാപ്പിൽ ചെയ്തെടുത്ത ആ ഒരു പൂവ് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറ്റിയെടുക്കണം. അതിനായിട്ട് ഈ കമ്പിയുടെ ഏറ്റവും താഴെ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഹോള് ഫ്രൂട്ട് ജെല്ലി ക്യാപ്പിൻ്റെ ഉള്ളിലായിട്ട് കിട്ടും. ഇനി നമുക്ക് നേരെ നമ്മുടെ പൂവ് ഈ പൂമ്പൊടിയുടെ ഉള്ളിലായിട്ട് കയറ്റിയെടുക്കാം. ഇനി നമ്മുടെ ഈ ഫ്രൂട്ട് ജെല്ലി ക്യാപ്പ് കൊണ്ടുണ്ടാക്കിയ പൂവിൻ്റെ പുറകിലായിട്ട് സ്റ്റെമ്മും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു കിറ്റിൻ്റെ പീസ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഈ സ്റ്റെമ്മായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്കായിട്ട് അത് നല്ലതുപോലെ ഒന്ന് പിടിച്ചിരിക്കാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റും കൂടി ചെയ്ത് കൊടുത്ത് എടുക്കാവേ. അപ്പോൾ ഒരു ഫ്രൂട്ട് ജെല്ലിയുടെ ക്യാപ്പ് വെച്ചിട്ട് ഞാൻ ഇതുപോലെയാണ് നമ്മുടെ പൂ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിന് മാച്ചായിട്ട് ഒരു മുട്ടും കൂടി ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഫില്ല് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ കമ്പി ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് കവർ ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് നീളത്തിനൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗോൾഡൻ്റെ ആ ഒരു ഗിഫ്റ്റ് പാക്കറ്റിൻ്റെ കവറ് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നീളത്തിനൊന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മുടെ മുട്ടുകൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇനി അത് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുത്തെടുക്കാം. എക്സ്ട്രാ പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് സ്റ്റെമ്മ് ഫുള്ളും കവർ ചെയ്യാനായിട്ട് ഇതുപോലെ ഗ്രീൻ കളറിലുള്ള കവറിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് നല്ല നീളത്തിന് തന്നെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ അതായത് ഗോൾഡൻ കളറിലുള്ള ഈ ഒരു ഗിഫ്റ്റ് പാക്കറ്റിൻ്റെ കവറിൽ നമ്മുടെ മുട്ടുകൾ മാത്രം ഉണ്ടാക്കിയെടുത്ത് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ അത് മാത്രം തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനത്തെ മുട്ടുകൾ മാത്രം ഉണ്ടാക്കിയിട്ട് സെറ്റും ചെയ്തെടുക്കാം കേട്ടോ. അത് കാണുന്നില്ലേ, നല്ലൊരു ഭംഗിയായിട്ടല്ലേ മുട്ട് കാണാൻ. ഇനി നമുക്കതിന് ലീഫ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ 2 കിറ്റുണ്ടല്ലോ, നമ്മുടെ ഗ്രീൻ കളറിലുള്ള കിറ്റ് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് അതുപോലെ ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് ഈ പേപ്പർ കവറിൽ നിന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ട് ലീഫുകൾ ഏത് ടൈപ്പിലുള്ളത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനൊരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു 5 ലീഫൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പീസാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ടൈപ്പിലുള്ള ലീഫാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മളത് ഇതുപോലെ ഒരു കമ്പിയിൽ ഓൾറെഡി ഇത് സ്റ്റെമ്മ് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അതിലോട്ടൊന്ന് നല്ലതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് ലീഫും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് പുറകിൽ ലീഫിൽ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ലീഫിന് നല്ലൊരു ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഒരു 5 ലീഫുകളാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്. മുട്ടുകൾ ഞാനിവിടെ ഒരു 5 എണ്ണം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട് ജെല്ലി ക്യാപ്പിൻ്റെ ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു കപ്പിലോട്ട് തെർമോക്കോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പ് നമ്മുടെ തൈരൊക്കെ വാങ്ങുന്ന കേർഡിൻ്റെ ടിന്നുണ്ടല്ലോ, ആ ഒരു ടിന്നാണ്. അതിലോട്ട് ഇതുപോലെ തെർമോക്കോള് ഇറക്കി വയ്ക്കാം. അതിൻ്റെ പുറത്തായിട്ട് ഒരു ഗ്രീനിഷ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്തെടുത്ത ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടല്ലോ, അത് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് വെച്ചാൽ നല്ല ഗ്രീൻ കളറിലുള്ള ആ ഒരു പോട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് കുറച്ചും കൂടി നല്ല മാച്ചായിരിക്കും. അപ്പോൾ ഞാനിവിടെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ രീതിയിലൊന്ന് ചെയ്തെടുത്തു എന്ന് മാത്രം. വരുന്ന വീഡിയോസിൽ നമ്മൾ അങ്ങനത്തെ ടൈപ്പിലുള്ള പോട്ടുകളും കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാം കേട്ടോ. മുട്ടകൾ ഏറ്റവും മുകളിലായിട്ടിരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ലീഫുകളും കൂടി ഇതുപോലെ ചുറ്റിനും ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ലീഫിന് ഹൈറ്റ് കൂടിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് താഴ്ന്നിരിക്കുന്ന ടൈപ്പിലുള്ള ലീഫാണ് എന്നുണ്ടെങ്കിൽ സെറ്റായിരിക്കും കാണാൻ. എന്നാലും ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ വ്യൂവേഴ്സാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം. താങ്ക്